എപ്പിസോഡ് 4 വന്നു. അപ്പോൾ സ്തോത്രം, 2 കൊരിന്ത്യർ 5:17 പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിക്ഷേപമായിട്ട് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നുവെന്ന് പൗലോസ് പറയുക. ഈ നിക്ഷേപമില്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ഈ നിക്ഷേപം നിങ്ങൾ പ്രാപിക്കണം. നിങ്ങളുടെ യൂറോ ഡോളറും നിങ്ങളുടെ പൗണ്ടും നിങ്ങളുടെ റിയാലും നിങ്ങളുടെ ഈ വിദേശ കറൻസി ഒന്നും അങ്ങോട്ട് എത്തത്തില്ല. അതെല്ലാം ഇവിടെ കൊണ്ട് തീരും, ഇവിടെ കത്തിത്തീരും. പഴയ ആകാശം പഴയ ഭൂമി ചുട്ടരിച്ച് കളയുമ്പോൾ ഇതെല്ലാം കെട്ടുകണക്കിന് കൊണ്ടുവന്ന് കത്തിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തിപ്പൊക്കോളും, നമ്മളാരും കത്തിക്കണ്ട. എന്നാൽ ദഹിച്ചു പോകാത്തത് നശിച്ചു പോകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആത്മശക്തി പ്രാപിച്ചവൻ ഒരിക്കലും നശിച്ചു പോകത്തില്ല. അവൻ നിത്യതയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ സ്വർഗീയ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ അവനായിത്തീരാനിടയായിത്തീരും. റോമാലേഖനം 5:17 വായിക്കാം. 5:17 വായിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 5:17 പെട്ടെന്ന് വായിക്കാം. റോമാലേഖനം 5:17. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഈ കൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ ജീവനിൽ വാഴത്തില്ല. അതാ പൗലോസിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ പഠിപ്പിക്കല്. റോമാലേഖനം പഠിച്ചവരാരും ഇന്ന് ഭൂമിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ വാലും തുമ്പൊക്കെ എടുത്ത് പറയും. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നുള്ള സബ്ജക്റ്റ് എടുത്തിട്ട് നീതീകരണം മാത്രം പറഞ്ഞു പോകുന്നവർ വിശുദ്ധീകരണം എന്താണെന്ന് പറയത്തില്ല. തേജസ്കരണം പറയും, കർത്താവ് വരുമ്പോൾ രൂപാന്തരം പ്രാപിക്കുന്നത് തേജസ്കരണം. ശരിയാ, അതിന് നമ്മളൊന്നും ചെയ്യണമെന്നില്ല. നേരെ ജീവിച്ചാൽ സംഭവിക്കുന്ന കാര്യമാണ് അത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന വിശുദ്ധീകരണത്തെക്കുറിച്ച് പറ. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ. അതൊക്കെ വലിയ കാതലായ ഉപദേശങ്ങൾ. വിട്ടുമാറുവിന് വിട്ടുപുറവിന് അശുദ്ധിയായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് മക്കളും ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കും. ദേഹം ദേഹി ആത്മാവിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. സഭകളൊക്കെ വിട്ടുകളഞ്ഞ ഉപദേശമാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ്മാർട്ടം ഉപദേശം. ഇതിന്ന് മാർക്കറ്റില്ല. ഇത് മാർക്കറ്റ് കിട്ടുന്നൊരു സമയം വരും. ഹല്ലേലൂയ. അതുവരെ നോക്കിയിരിക്കാതെ ഈ കേൾക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. ഏകൻ്റെ ലംഘനത്താൽ ആ മരണം ഏകൻ നിമിത്തം വാണു എങ്കിൽ ഏകൻ്റെ ലംഘനം ഏതാണ്? ഏകൻ്റെ ലംഘനം എന്ന് പറയുന്നത് ആരാ? ആദാം എന്ന ഏകൻ പാപം ചെയ്തത് നിമിത്തം ആദിമ പിതാക്കന്മാർ ആ ലംഘനം നിമിത്തം എന്തുവാണു എന്നവിടെ എഴുതിയിരിക്കുന്നത്? മരണം. ആദാം പാപം ചെയ്തപ്പോൾ മരണം അവനിൽ വാഴാൻ തുടങ്ങി. റോമർ 5:12 അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ലോകത്തുള്ള സകല മനുഷ്യരും മരിച്ചു പോകുന്നതിൻ്റെ കാരണം ആദിമ പിതാക്കന്മാർ പാപം ചെയ്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആരും മരിക്കത്തില്ല. ദൂതതുല്യരായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വേദപണ്ഡിതന്മാരുടെ ശക്തമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. മരിക്കാനുള്ള കാരണം മനുഷ്യൻ പാപം ചെയ്തു. അരുത് എന്ന് പറഞ്ഞത് കാര്യം ചെയ്തപ്പോൾ ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെല്ലുന്നവനെ ജനമൈത്രി പോലീസ് എന്ന് പേര് വിട്ടു കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പറയണം, സാർ വരണം ഇരിക്കണമെന്ന് പറയണം പോലീസുകാർ. ചിലരൊക്കെ പറയാറുണ്ട് കേട്ടോ, സാറ് വരണം ഇരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അവരെ ട്രീറ്റ് ചെയ്ത് നന്നായിട്ട് അവരുടെ കേസുകൾ അറ്റൻഡ് ചെയ്ത് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുകയും നിരപരാധികളെ വിടുകയും ചെയ്യണം. അതാ ഇത് നേരെ തിരിച്ചായിപ്പോയി. എന്താ കാര്യം? ആദാമിൻ്റെ പാപം കൊണ്ട് അങ്ങനെ സംഭവിച്ചത്. ആദാമിൻ്റെ പാപം നിമിത്തം ഈ ഭൂമി മുഴുവൻ ശപിക്കപ്പെട്ടു. ഭൂമിയിലെ സകല ജാതികളും ശപിക്കപ്പെട്ടു. സകല മനുഷ്യരും ശപിക്കപ്പെട്ടു. ഞാനും നിങ്ങളും ശപിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതിക്കായി വായ് കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ നമ്മുടെ ശാപം മാറി. ഇനി ശാപം മുറിക്കാനൊന്നും ആരും നടക്കണ്ട.
വഴുതലങ്ങയും കത്തിരിക്കയും മത്തങ്ങയും തേങ്ങാക്കൊലയും കൊണ്ടുവച്ചിട്ട് മുറിച്ചിട്ട് നിങ്ങളുടെ ശാപം മുറിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ കാലെടുക്കുക. ഒരുത്തിന് ശാപം മുറിക്കേണ്ട ഇവിടെ. യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശു കർത്താവിനെ എൻ്റെ കർത്താവും രക്ഷിതവുമായി ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു, ഇന്നു മുതൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഏത് ശാപമാണ് അവർക്കുള്ളത്? ഒരു ശാപവും ഇല്ല. ഇത് ചുമ്മാ പറഞ്ഞ് പറ്റിച്ച് വേദോസ്തം വായിക്കാത്ത പ്രാർത്ഥിക്കാത്ത വിശ്വാസികളെ ന്യൂ ജനറേഷൻ പിള്ളേർ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ശാപം മുറിച്ച് എല്ലാം മുറിച്ച് മാറ്റി അവസാനം നിങ്ങളുടെ പേഴ്സും കൂടി അവർ മുറിച്ചെടുക്കും. സൂക്ഷിച്ചു. വാണിങ്ങാ ഇത്. ഹല്ലേലൂയ. അനേകർക്ക് സംഭവിച്ച് കഴിഞ്ഞു. ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കാൻ ഒരു വാണിംഗ് ആയിട്ട് ഞാൻ പറയുക. എനിക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ വചന വെളിപ്പാട് ഹൃദയത്തിൽ കിട്ടിയത് കൊണ്ട്. ഇവിടെ പറയുന്നു, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു, ആദാം നിമിത്തം വാണു. ആ മരണത്തെ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ദൈവകൃപ, ദൈവത്തിൻ്റെ നീതിദാനത്തിൻ്റെ അനുഭവം, അത് നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പം നമ്മളിപ്പോൾ ഏത് സമൃദ്ധിയാണ് പ്രാപിക്കേണ്ടത്? കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനെ പൗലൂസ് പറഞ്ഞ കൃപമേൽ കൃപ പ്രാപിക്കുക. പൗലൂസ് അതാ പറഞ്ഞു, ഞാനാകുന്ന കൃപയാൽ. ഒരു ചാപിള്ളയായിട്ടാണ് പൗലൂസ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. അനേകർക്ക് പ്രത്യക്ഷനായി, ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാലപ്രജ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച ഒരു ചാപിള്ള, ഒരു മാംസക്കഷ്ണം. ഇവിടെ ഓരോരുത്തരും റവറൻറ്റും ഡോക്ടർമാരും അവിടെ വലിയ വലിയ പദവികളെടുത്ത് വിലസുമ്പോൾ ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ ഒരു സുവിശേഷകനും പകരം വയ്ക്കാൻ പറ്റാത്ത പൗലൂസ് പറയുന്നു, ഞാനൊരു അകാലപ്രജയാണ്, ഞാനൊരു ചാപിള്ളയാണ്, ഞാനാകുന്നത് കൃപയാൽ. അതാ പറഞ്ഞത്, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി നമ്മൾ പ്രാപിച്ചെടുക്കണം. അത് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് കൂടുതലായിട്ട് കൃപമേൽ കൃപ പ്രാപിക്കണം, കൃപമേൽ കൃപ പ്രാപിക്കണം, കൃപമേൽ കൃപ പ്രാപിക്കണം. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി, അതാണ് സമ്പന്നത എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത റോമാലേഖനം 15-13 വാക്യം വായിച്ചാട്ടെ. റോമാലേഖനം 15-13. ഈ എപ്പിസോഡോടുകൂടി ഈ സമൃദ്ധി എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ തീരുക. ശ്രദ്ധിച്ച ഇവിടെ ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു വലിയ സമൃദ്ധിയുടെ അനുഭവമായി പൗലൂസിനുണ്ടായിരുന്നു. പൗലൂസിൻ്റെ പ്രവർത്തന മേഖലകൾ ആത്മനിറവിൻ്റെ ശുശ്രൂഷകളായിരുന്നു. അത് അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരുന്നു. ജനം ഭയന്ന് പേടിച്ച് വിറയ്ക്കുമായിരുന്നു തൻ്റെ ശുശ്രൂഷ കണ്ടുകൊണ്ട്. ആ വലിയ സമൃദ്ധിയുടെ അനുഭവം. ഹല്ലേലൂയ. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. എന്ത് സമൃദ്ധി? പ്രത്യാശയിൽ സമൃദ്ധി. എന്ത് സമൃദ്ധി? വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു സമൃദ്ധി. ആത്മീക ശുശ്രൂഷയുടെ സമൃദ്ധി ഇവിടെയാണ് നമുക്ക് കാണുന്നത്. ഹല്ലേലൂയ.
എത്ര മനോഹരമായൊരവസ്ഥ! പ്രത്യാശയുടെ സമൃദ്ധി, പ്രത്യാശ. ഇന്നത്തെ വിശ്വാസികൾക്ക് ഇല്ലാത്തൊരു കാര്യം ആ പ്രത്യാശ. പ്രത്യാശയുള്ള വിശ്വാസികൾ എത്ര പേരുണ്ട്? പ്രത്യാശയിൽ സമൃദ്ധി ഉണ്ടോ? പ്രത്യാശ ഉണ്ടെന്നുള്ളത് ശരി, ആ പ്രത്യാശ വർദ്ധിച്ചു വരുന്നുണ്ടോ? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിലും. അപ്പോൾ ഈ പ്രത്യാശ എങ്ങനെയാണ് കിട്ടുന്നത്? പ്രത്യാശയുടെ സമൃദ്ധി എങ്ങനെ കിട്ടുന്നത്? കഷ്ടതയിലൂടെ, സഹിഷ്ണുതയിലൂടെ. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും. കഷ്ടത വേണ്ട, പരീക്ഷകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയി നമ്മൾ മുൻപ് അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളൊരവസ്ഥ ദൈവം വെച്ചിരിക്കുക. അത് വേണ്ടെന്ന് പറഞ്ഞാൽ, കഷ്ടത വേണ്ടെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരുണ്ട്, ഈ കേരളക്കരയിലുണ്ട്, തിരുവനന്തപുരത്ത് കിടക്കുന്ന നല്ലൊരു ശതമാനമുണ്ട്. കഷ്ടതയെ പത്സിക്കുന്നവരുണ്ട്, കഷ്ടതയെ പത്സിച്ച് കോടീശ്വരന്മാരായവരുണ്ട്. കഷ്ടത വേണ്ട, സമ്പന്നൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഞ്ചല്ലൊരു ഉപദേശിയുണ്ട്. ഇതെല്ലാം ദുരുപദേഷ്ടന്മാരുടെ ഉസ്താദുക്കളാണ്. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പൊ കഷ്ടത കഴിഞ്ഞ 1-ാം അധ്യായത്തിലുള്ള വിഷയങ്ങൾ തന്നെ കയറി വരുന്ന. പിന്നെ കഷ്ടതയിലൂടെ നമ്മൾ തികഞ്ഞു വരണം. കഷ്ടതയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? തികവുള്ളവരായി മാറണം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകണം. അങ്ങനെ ശക്തരാകണമെങ്കിൽ ഞങ്ങൾ ആദ്യം കഷ്ടത്തിലൂടെ പോകും. കഷ്ടതയിലൂടെ പോകുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്താൻ കഷ്ടതയിലൂടെ പോയി തികവ് പ്രാപിച്ചവർക്ക് നടക്കുള്ളൂ. അതുകൊണ്ടാണ് ദൈവമക്കൾ കഷ്ടത അനുഭവിക്കുന്നത്. മനസ്സിലായോ? രോഗം അനുഭവിക്കുന്നത്, കഷ്ടം അനുഭവിക്കുന്നത്. പിറുപിറുക്കാതെ ആ കഷ്ടതകൾ അനുഭവിച്ച് ആ കഷ്ടതയിൽ കൂടി നമ്മൾ തെളിഞ്ഞു വരും. പൊന്നിലുള്ള വെള്ളിയിലുള്ള കീടം മാറി അത് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ വലിയ ചൂടിലൂടെ കടത്തിവിട്ട്, വലിയ കഷ്ടതയിലൂടെ പ്രയാസത്തിലൂടെ കടത്തിവിട്ട് ദൈവവൃത്യന്മാരെ ശുദ്ധീകരിച്ചെടുക്കുന്നു. അതാ പൗലോസിനും പത്രോസിനൊക്കെ ഉണ്ടായത്. ഇന്ന് പാസ്റ്റർമാർ കഷ്ടത അനുഭവിക്കാൻ തയ്യാറല്ല. 5000-ഉം 10000-ഉം പേരെ കൂട്ടി വരുത്തി 500 രൂപയെ കുറിച്ച് സ്വോത്രാഴ്ച ഇടണ്ടെന്ന് പറയുന്നവൻ എന്ത് കഷ്ടതയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? 500 രൂപയെ കുറിച്ച് സ്വോത്രാഴ്ച ഇടാൻ പാടില്ല. ഇതെവിടെ നിന്ന് വന്ന ഈ ഉപദേശം? നല്ല സൂപ്പർ സാത്താനിൽ നിന്ന് വന്ന ഉപദേശം. ആടുകളെ നടത്തുന്നവൻ അതിൻ്റെ പാല് കൊണ്ട് ഉപജീവിക്കണം. ആടുകളെ നടത്തുന്നത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. വചനം പ്രസംഗിച്ച് നടത്തണം. ഊതിയിട്ട് ഉന്തിയിട്ട് കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും ഇല്ലാത്ത തോന്നിയാസങ്ങൾ മുഴുവൻ കാണിച്ച് വചനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ കാണിച്ച് എന്ത് നടത്താൻ, എവിടെ നടത്താൻ, ആര് നടക്കാൻ? ഇതൊക്കെ വെറും സാത്താന്യമാണ് പ്രിയപ്പെട്ടവരെ. ഇനിയെങ്കിലും വൈകവേളയിലെങ്കിലും മനസ്സിലാക്കും. നശിച്ച് നാമാവിശേഷമായി പോകരുത്. ഒരൊറ്റ ആയുസേ ഉള്ളൂ നമുക്ക്. അത് വചനമനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം നമ്മൾ. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം അപകടത്തിലാണ്. നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ടെന്നുള്ളത് 10:34 നമ്മൾ വായിച്ചു. അത് ഞാൻ വായിക്കുന്നില്ല. സ്വർഗത്തിൽ നിലനിൽക്കുന്ന എന്തുണ്ട്? ഉത്തമ സമ്പത്ത്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വളരെ സമ്പന്നന്മാരായിട്ട് ആത്മീക സമ്പന്നത പ്രാപിച്ചവർക്കാണ് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നത്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആത്മീക സമ്പന്നത പ്രാപിക്കുന്നവർക്ക് സ്വർഗീയനായിട്ട് ചെല്ലാൻ പറ്റുന്നത്. അല്ല ഭൗതിക സമ്പത്ത് പ്രാപിക്കുന്നവർക്കല്ല. വേദപുസ്തകത്തെ തിരിച്ചിട്ട് പഠിപ്പിക്കുക. ഇപ്പോൾ തിരിച്ചു കളഞ്ഞിരിക്കുക. അല്ല പത്രോസ് പറയുന്നത് വചനത്തെ പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15 മുതൽ അങ്ങ് വായിച്ച്. 2 പത്രോസ് 3:15 മുതൽ വായിച്ച്. എന്ത് വായിച്ചാലും എന്താ എഴുതിക്കുന്നു നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 15 തൊട്ട്.
ആ പൗലോസും ആ ഉണ്ടല്ലോ. ആ ആ ആ ആ അറിവില്ലാത്തവരും അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ. ആത്മീയ അറിവില്ലാത്തവരാണ് കേട്ടോ, അല്ലെ വചനത്തിന്റെ അറിവില്ലാത്തവരാ. ലോകത്തിന് ഞാൻ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. തിയോളജിക്കൽ സെമിനാരി പഠിപ്പിച്ചും BTH മാസ്റ്റർ ബിരുദങ്ങളിൽ PhD ഒക്കെ എടുത്തവരാണ്. അവർ പറയുന്നത് എന്താ? വചനത്തെ കോട്ടിക്കളഞ്ഞ് പ്രസംഗിക്കുക, പറയുക, കോട്ടിക്കളയുക, കൂട്ടിച്ചേർക്കുക, മറിച്ച് കളയുക. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിന് ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം പറഞ്ഞ് ശപിക്കപ്പെട്ടവൻ. അവർ പറഞ്ഞു വെച്ച സുവിശേഷം ഒരു വരവണ്ണം പോലും തെറ്റിക്കാൻ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായൊരു ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. നമ്മുടെ എറണാകുളം പട്ടണത്തിലെ ഏറ്റവും വലിയ ദുരുപദേശി, പേര് ഞാൻ പറയുന്നില്ല, ആയിരക്കണക്കിന് 10,000-കണക്കിന് വിശ്വാസികളുണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലൊരു ഗുണം പിടിക്കാത്തവൻ ലോകത്ത് പറയില്ല. പുള്ളി പറയണ പൗലൂസ് എഴുതിയ ലേഖനം ഞങ്ങളെ വല്ലാത്ത പ്രശ്നത്തിലാണ്, ഞങ്ങളെല്ലാം തെറ്റിച്ച് കളഞ്ഞെന്നാണ് പറയുന്നത്. കാരണം പുള്ളി തെറ്റായിട്ടാണ് പോണേ. പണ്ടൊരു വാവലിൻ്റെ കഥ ഓർമ്മ വരിക. ഒരു വാവല് മരത്തിലിങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് ഇങ്ങനെ ആടി ഇങ്ങനെ കിടന്നു, പാട്ടൊക്കെ പാടി ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വാവല് പറയുക, ഇവിടെ എന്താണ് ഈ ആൾക്കാരെല്ലാം തലതിരിഞ്ഞു പോണത്? ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ തലകുത്തനെ പോണ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ എന്താ കുഴപ്പം, എന്താ പറഞ്ഞു? പുള്ളി തലതിരിഞ്ഞു പോയത് കൊണ്ടാണ് അവനത് തലതിരിവായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ മാന്യനായ പാസ്റ്ററെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ദുരുപദേശി എന്നാ മാന്യം എന്ന് പറയുന്നത്? കള്ളപ്രവാചകൻ, ദുരുപദേശി. പൗലൂസ് എഴുതിയത് മുഴുവൻ എന്തു പറ്റി? ഞങ്ങളെപ്പോലെയുള്ളവരെ തെറ്റിച്ച് കളയാണ്, ആശയക്കുഴപ്പമുണ്ടാക്കുക. ഞാനൊരു എപ്പിസോഡ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളി, നായ്ക്കളെ സൂക്ഷിപ്പിൻ, അകത്തെ വിറകളെ സൂക്ഷിച്ചകളെ സൂക്ഷിപ്പിൻ. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത് കിട്ടും. മെസ്സേജ് കേട്ടോണം. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോളം അടിച്ചാൽ അത് കിട്ടും. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിച്ചതിനൊക്കെ ഈ പ്രിയപ്പെട്ടവരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അവരെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിച്ച് കളയും. അപ്പോസ്തലന്മാരെ നമുക്ക് നിത്യജീവന് വേണ്ടുന്ന ഉപദേശങ്ങളാണ് തരുന്നത്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതാ ഇവിടെ പത്രോസ് പറഞ്ഞേക്ക് നിറവേറിയിരിക്കുക. ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. ആരെഴുതിയത്? പൗലൂസ് എഴുതിയത്. പൗലൂസ് വലിയ ആത്മീക ജ്ഞാനമുള്ളവനാണ്. ഈ 12 ശിഷ്യന്മാരിൽ അഗ്രഗണ്യൻ പൗലൂസാണ്. പത്രോസ് മറക്കൽ ക്രൂസൈഡ് നടത്തിയെങ്കിലും വചനം കൊണ്ട് ജനത്തെ ഉറപ്പിച്ചത് പൗലൂസാണ്. പുതിയ നിയമസഭയുടെ ഉപദേശം സിംഹഭാഗം തന്നത് പൗലൂസാണ്, ഭൂരിഭാഗവും തന്നത് പൗലൂസാണ്. അപ്പോൾ ആ പൗലൂസ് പറയുന്നത് ഗ്രഹിപ്പാൻ പ്രയാസമുള്ള പലതുണ്ട്. കയ്യിലിരിക്കുന്നതും കയ്യിരിപ്പ് മുഴുവൻ ദുഷ്ടതയും ചതിയും വഞ്ചനയുമാണെങ്കിൽ പൗലൂസ് പറയുന്നത് ഗ്രഹിക്കാൻ പാടാണ്. പണ്ട് ഒരു പ്രസംഗത്തിൽ ഒരു പാസ്റ്റർ പറഞ്ഞത് ഞാൻ എപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, കൈയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു. ആ വടി നിലത്തിടാൻ പറഞ്ഞു. നിലത്തിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? വടി. അപ്പം കൈയിരിപ്പ് പാമ്പിൻ്റെ സ്വഭാവം. കൈ മാർവിടത്തിലിടാൻ പറഞ്ഞു, ഇട്ടു. പുറത്തെടുത്തപ്പോൾ എന്തായി? കുഷ്ഠം. അപ്പോൾ ഉള്ളിൽ മുഴുവൻ കുഷ്ഠവും, കയ്യിലിരിപ്പ് പാമ്പിൻ്റെ, താത്താൻ്റെ പ്രവൃത്തി. അങ്ങനെയുള്ളവർക്ക് ഈ പൗലൂസിൻ്റെ ലേഖനങ്ങൾ, ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ എന്ത് ചെയ്യും? ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതിന് വലിയ പിച്ചും പേയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കഥയില്ല. നിങ്ങൾ അപ്പോസ്തല ഉപദേശം പ്രസംഗിക്കുന്നവരുണ്ട്, അവരുടെയൊക്കെ പോയി പഠിക്കണം. അവരുടെയൊക്കെ വരണവരൊക്കെ വന്ന് ഭാഷ ഇതെന്താ എഴുതിയേക്കണമെന്ന് ഞങ്ങളോട് ചോദിക്കണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരും. ഞങ്ങൾ വലിയ ജ്ഞാനികളൊന്നുമല്ല, കൃപയാൽ ഈ വചനത്തിൻ്റെ വെളിപ്പാട് കിട്ടിയ സാധുക്കളായ മനുഷ്യരാണ്. ഞങ്ങൾക്കൊന്നും പൗലൂസിൻ്റെ 7 വേലക്കത്ത് നിൽക്കാനൊന്നും ഞങ്ങൾ പ്രാപ്തരല്ല, അതിന് ഞങ്ങൾക്ക് കഴിയുകയില്ല. പക്ഷേ ആ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആവോളം അനുസരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വീഴ്ചകളുണ്ട്, താഴ്ചകളുണ്ട്, കുറവുകളുണ്ട്, ബലഹീനങ്ങളുണ്ട്, തെറ്റുകുറ്റങ്ങളൊക്കെ വരാറുണ്ട്. അതെല്ലാം ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ഈ വചനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ എന്താ നമ്മളിവിടെ മനസ്സിലാക്കിയത്, പഠിച്ചത്? ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ടെന്നറിഞ്ഞ് ഉത്തമ സമ്പത്ത് നമ്മൾ പ്രാപിക്കണം. അവസാനമായിട്ട് ആ വിഷയത്തിൽ
15:29 നമ്മൾ വായിച്ചു. 15:29 ഒന്ന് വായിച്ചേ. റോമർ 15:29 വായിച്ചേ. പ്രത്യാശയുടെ സമൃദ്ധി 15:13. റോമർ 15:29 വായിച്ചേ. പൗലോസിന്റെ ഒരു വലിയൊരു പ്രസ്താവനയാണ്. അതെനിക്ക് വലിയ സന്തോഷമായിട്ട് തോന്നി. 10 മിനിറ്റ് കൂടെ ഉള്ളൂ, നമുക്ക് നിർത്താം. 15:29 റോമർ 15:29 ഇല്ലേ? ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എങ്ങനെ? അതിനു മുമ്പ് ക്രിസ്തുവിന്റെ വിട്ടു കഴിഞ്ഞാൽ പോയില്ലേ? ഞാൻ കേട്ടില്ല. ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും. മതി മതി മതി. പാസ്റ്റർ ഫോറിനിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിലോട്ട് വരുന്ന എങ്ങനെയാണെന്നറിയാം? ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ അല്ല വരുന്നത്. അവിടെ ആൾക്കാർ മേടിച്ചുകൊണ്ട് സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി ഒരു വലിയ വേഗമായിട്ടൊക്കെ വരും. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ ഞാൻ വരും. കാരണം കർത്താവിന്റെ അനുഗ്രഹ നിറവോടെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. വന്നിട്ട് എന്ത് ചെയ്തും ഞാൻ നിങ്ങൾക്കത് പകർന്നു തരും. അതാണ് ഈ സഭകൾ അനുഗ്രഹിക്കപ്പെടാനുള്ള പ്രധാന കാരണം. അതാണ് റോമാസഭ, കൊരിന്ത് സഭ, ഗലാത്യ സഭ, ഫിലിപ്പിയ സഭ, പിന്നെ കൊലോസ്യ സഭ, തെസ്സലോനിക്ക സഭ. ഈ സഭകളെല്ലാം ആത്മീയമായി അനുഗ്രഹം പ്രാപിക്കാനുള്ള കാരണം എന്താ? ഡെമോൺസ്ട്രേഷൻ പഠിത്തമായിട്ട് നമുക്ക് കിട്ടുന്നത് കൊരിന്ത് സഭയാണ്. അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, അവർ അപ്പോസ്തലന്മാരെ പോലെയായി, അവർ ക്രിസ്തുവിനെ പോലെയായി, അനുഗ്രഹപൂർത്തിയുള്ള വിശ്വാസികളായി മാറി. കാരണം എന്താ? അനുഗ്രഹപൂർത്തിയുള്ളവൻ വന്ന് ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് സഭകളെ പഠിപ്പിച്ചപ്പോൾ സഭ എങ്ങനെയുള്ളതായി? അനുഗ്രഹപൂർത്തിയുള്ളവരായി. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രവൃത്തി 9-ന്റെ 30-ാം വാക്യം മനോഹരമായൊരു വാക്യമാണ്. 30-ആണോ 32-ആണോ എനിക്കറിയില്ല, ഇവിടെ ഞാൻ പറയാം. 31. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. എന്തോ? സഭ ആത്മീയവർദ്ധന പ്രാപിച്ചു കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകൊണ്ട്. എൻ്റെ മുന്നേ എന്ത് ഈ വാക്യം! അപ്പോസ്തലന്മാരാൽ ഉപദേശം ലഭിച്ചുകൊണ്ടിരുന്ന സഭകൾ അതെന്ത് ചെയ്തു? യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിലുള്ള സഭകൾക്ക് സമാധാനമുണ്ടായി. ഇന്നിപ്പോൾ സഭകൾക്ക് സമാധാനമില്ല. പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ട വക്കീലിനെയും കൊണ്ട് കോടതി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുക അനേക പ്രസ്ഥാനങ്ങളിൽ തലപ്പത്തുള്ളവർ. അവർ തന്നെ പറഞ്ഞു കേട്ട് ഞാൻ പറയുന്നതായത്. സഭയ്ക്ക് സമാധാനമില്ല. പക്ഷെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചു. അത് കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. ഇന്ന് ഭൂമിയിൽ ഈ അവസ്ഥയിലുള്ള സഭകൾക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിൽ പോകാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത സഭകളിലുള്ളവരെല്ലാം കൈവിടപ്പെട്ടു പോകാനാണ് ഏറിയ സാധ്യത. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുവന്ന സഭകളായ യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിലുള്ള സഭകൾക്ക് സമാധാനവും ആത്മീയവർദ്ധനവും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നത് പോലെ എക്കാലത്തും ഇന്ന് ഏതെങ്കിലും സഭകൾ, ഈ ഭൂമിയിലുള്ള എല്ലാ സഭകളും ഈ നിലവാരത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അവർക്ക് കർത്താവിൻ്റെ വരവിൽ പങ്കില്ല. വചനത്തിലൂടെ ഞാൻ പറയുക. ഹല്ലേലൂയ. 16-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളോട് വായിക്കാം. പ്രവൃത്തി 16-ന്റെ 4-5. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, 16-ന്റെ 4-5. ആ ആ ആ ആ അതാൻ്റെ കാര്യം. 16-ന്റെ എത്ര? 16-ന്റെ 5. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറച്ചു, എണ്ണത്തിൽ ദിവസേന പെരുകി. അവർ പട്ടണം തോറും തന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ. വല്ലയിടത്തും വല്ലവരും പറയുന്നതല്ല സഭയെ പ്രസംഗിക്കേണ്ടത്. വല്ലയിടത്തും വല്ലതും പറയുന്നതല്ല സഭയെ പ്രസംഗിക്കേണ്ടത്.
അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു, പ്രസംഗിച്ച് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന വരികയും ചെയ്തു. എത്ര സഭകളുണ്ട്! ഈ പ്രവൃത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരവും പ്രവൃത്തി 9-ന്റെ 31 എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള എത്ര സഭകളുണ്ട് ഇന്ന് ഭൂമിയിൽ? അങ്ങനെ സഭകളുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം, സ്തോത്രം. ആ സഭകൾക്കായിട്ട് കർത്താവ് വരുന്നു, കർത്താവ് അവരെ വന്ന് ചേർക്കും. അല്ലാത്തവരെല്ലാം ഇവിടെ തൊഴിഞ്ഞു കിടക്കും. ഇനി ഞാൻ കേട്ടില്ല, കണ്ടില്ല ഒന്ന് പറഞ്ഞേക്കരുത്. യൂട്യൂബിൽ ഈ മെസ്സേജ് കിടപ്പുണ്ട്. ബുക്ക് ഓഫ് ജെയിംസിൻ്റെ ചാപ്റ്റർ 2-ന്റെ മെസ്സേജ് ഏകദേശം 3-4 എപ്പിസോഡാണ് ഇന്ന് ചെയ്തത്. ഇനിയും 3-4 എപ്പിസോഡ് ചിലപ്പോൾ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത് ഇത്ര ശക്തിയോടെ പറയുന്നതിൻ്റെ കാരണം, ഇതൊന്നും അറിയാതെ ഒരു അജ്ഞാത കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. തുള്ളിച്ചാടിയൊക്കെ നടന്ന അവസരം ഇതൊന്നും മനസ്സിലായില്ല. ദൈവത്താൽ വചനം ഫലമേൽപ്പിക്കപ്പെട്ട ദൈവവൃത്യന്മാരിൽ നിന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ ആത്മീക സമൃദ്ധി എന്നുള്ളത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ കിടക്കുന്ന വിഷയങ്ങളാണ്. ഇന്നിതാരും പ്രസംഗിക്കാനില്ല. ചിലരൊക്കെ അവിടെ എവിടെങ്ങളിലായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, ഒരു ചെറിയ ന്യൂനപക്ഷം പ്രസംഗിക്കുന്നുണ്ട്. അവർക്കായി ദൈവത്തിന് സ്തോത്രം. ബഹുഭൂരിപക്ഷം പ്രസംഗങ്ങളും ഈ വചനത്തിൻ്റെ സകല സീമയും മറികടന്നുകൊണ്ട്, ഈ സനാതന സത്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, നിർമ്മലമായ വചനത്തിൻ്റെ വെളിപ്പാടുകൾ മറച്ചു വെച്ച് ദുരുപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ദുരുപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യമന്ത്രി വീണ ജോർജ് IPCയിലെ ഒരു കൺവെൻഷനിൽ ക്ഷണിക്കപ്പെട്ട് അവർ ചെന്നിട്ട് അവർ പറഞ്ഞ വാക്ക് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അവർ പറഞ്ഞു, നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമുണ്ട്. എന്തറിഞ്ഞിട്ടാണ് അവർ പറയുന്നത്? ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ദുരുപദേശം പറഞ്ഞ് സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുള്ള സംഘങ്ങളിൽ ചെന്നിട്ട് പുള്ളി പറക്കാർ പറയുക, നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമുണ്ട്. സതീശൻ പറഞ്ഞു, VD സതീശൻ IPC കൺവെൻഷനിൽ ചെന്നിട്ട് പറഞ്ഞു, ക്രൈസ്തവ മൂല്യങ്ങളെ നാം മുറുകെ പിടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്യും, കാരണം എനിക്കിത് പ്രസംഗിക്കണ്ടേ. മൂല്യങ്ങളൊക്കെ കാറ്റിപ്പുറത്ത് ജീവിക്കുന്ന സമൂഹത്തോട് പുള്ളി പറയുക, ക്രൈസ്തവ മൂല്യങ്ങളെ മുറുകെ പിടിക്കുക, ഉപദേശ സത്യങ്ങളെ മുറുകെ പിടിക്കുക. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. സഭകൾക്ക് രക്ഷപ്പെടാമോ? ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, ഞാനിത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ദൈവമക്കൾ ക്ഷമിക്കുക. റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇത് പതിയാനിടയാക്കി. പല പ്രാവശ്യം ഒരു കാര്യം കേൾക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ പഠിക്കുന്ന പോലെ ഇത് പല പ്രാവശ്യം കേൾക്കുമ്പോൾ ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയും, പിന്നെ ഇത് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ല എനിക്ക് പ്രസംഗിക്കാനായിട്ട് വലിയ വിഷയങ്ങളില്ലാച്ചിട്ടൊന്നുമില്ല. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ ആത്മഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പഴയ നിയമം ഭൗതിക അനുഗ്രഹത്തെ വിഭാവന ചെയ്യുമ്പോൾ പുതിയ നിയമം ആത്മീക അനുഗ്രഹത്തെ വിഭാവന ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. മോശയും പ്രവാചകന്മാരും പഠിപ്പിച്ചത് മുഴുവൻ ഭൗതിക അനുഗ്രഹം. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളൊക്കെ ആ ചായ്വിൽ ഇങ്ങനെ കിടക്കുന്നത്. ഒരു പ്രവാചകൻ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ നിന്നെ യോബിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കും. യോബിനെ എങ്ങനെ അനുഗ്രഹിച്ചത്? ഇരട്ടി അനുഗ്രഹം. അപ്പൊ അത് പൈസയെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും അല്ലേ ഈ പറയുന്നേ? എന്ത് പ്രവചനം അത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ യോബിനെ അനുഗ്രഹിച്ച ഭൗതികമാ, പുതിയ നിയമം സംഭവിച്ച ആത്മീയമാ. ഇത് തിരിഞ്ഞുപോയി, പ്ലേറ്റ് തിരിച്ചു വെച്ചു. ഒരു ഉദാഹരണം പറഞ്ഞങ്ങ് നിർത്തുക. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏനാത്ത് ചന്തയിൽ പോയ ഒരു കാളവണ്ടിക്കാരൻ ഏനാത്ത് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പച്ചക്കറി, ചേന, തേങ്ങ, കൊല ഇതെല്ലാം കൊണ്ടുവന്ന് ചന്തയിൽ കൊടുത്തിട്ട് ഓരോരുത്തരുടെയും പേരിൽ എഴുതി മേടിച്ച് കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു പോകാൻ നേരത്ത് ആ കടയിലുള്ളവർക്കെല്ലാം മുളക്, കുരുമുളക്, പിന്നെ കുരുമുളകല്ല, ചുവന്ന മുളക്, മല്ലി, അങ്ങനെയുള്ള പലവ്യഞ്ജന സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് കയറ്റി അതാത് കടകളിൽ കൊണ്ടുവന്ന് കൊടുക്കും.
കടക്കാർ കൊടുക്കുന്ന പച്ചക്കറികളും അതും ഇതെല്ലാം കൊണ്ട് മാർക്കറ്റിൽ കൊടുത്തിട്ട് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ഇന്നതൊക്കെ പോയി. എറണാകുളത്തുണ്ടായിരുന്ന പറയണത്, എറണാകുളം മാർക്കറ്റിന് നടുവിലൂടെ ഒരു ചാനലുണ്ട്, അതിൽ കൂടി ഉണ്ടായിരുന്നത്, വള്ളങ്ങളൊന്ന് കൊടുത്തിരുന്നു. ഇന്നതൊക്കെ പോയി. ഇന്ന് മുഴുവൻ വിഷം തിന്ന് നമ്മൾ ചത്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ കൊടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു കാളവണ്ടിക്കാരൻ നാട്ടിൻപുറത്തുള്ള പച്ചക്കറികളും അതും ഇതുമെല്ലാം അവർ വിളയിച്ച, നാട്ടുകാർ വിളയിച്ചൊക്കെ കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങി അതിനകത്ത് കടകളിൽ കൊടുക്കാൻ വേണ്ടി തിരിച്ചു പോകുന്ന യാത്രയിൽ ഒരു ജംഗ്ഷനിൽ ഇരുന്ന് 3-4 ബിരുദന്മാർ ഇങ്ങനെ കള്ളുമൊക്കെ ആരായമൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അവരിനി കാളവണ്ടിയെ തിരിച്ചു വിട്ടു. മാർക്കറ്റിൽ നിന്ന് പുറപ്പെട്ട കാളവണ്ടിക്കാരൻ പാട്ടും പാടി കള്ളുമൊക്കെ കുടിച്ച് അവനിങ്ങനെ ഉറങ്ങിപ്പോയി. ആ സമയം ജംഗ്ഷനിൽ വന്നപ്പോൾ 3-4 അണ്ണന്മാർ ഇരുന്നു കൊണ്ട് ഈ കാളവണ്ടിയെ തിരിച്ചു വിട്ടു. അവർ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെ കുറിച്ചാണ് പറയുന്നത്. ഈ കാളവണ്ടി അവർ തിരിച്ചു വിട്ടു. തിരിച്ചു വിട്ടപ്പോൾ ഈ കാളയ്ക്ക് വല്ല ബോധമുണ്ടോ? അതൊരു മൃഗമല്ലേ? ഈ ആനയെ കൊണ്ടിക്കൊണ്ടിടത്ത് ചവിട്ടിക്കൊല്ലുന്നതിന് വല്ല കണക്കുണ്ടോ? എന്നിട്ടും അത് മാറ്റുന്നുണ്ടോ? മയക്കുവെടി വയ്ക്കാൻ പോലീസുമായിട്ട് നടക്കും, പോലീസ് തോക്കുമായിട്ട് നടക്കുക ആന എഴുന്നള്ളിക്കുമ്പോൾ. അത് അവസരം വിട്ടുമ്പോൾ ചവിട്ടിക്കൊല്ലും, വെട്ടിക്കൊല്ലും ഒക്കെ ചെയ്യും. അത് മൃഗമാണ്, മൃഗത്തിൻ്റെ സ്വഭാവം കാണിക്കും. മൃഗത്തെക്കാൾ മനുഷ്യനെ അധപ്പതിച്ചു എന്നാണ് ഈ ദുരാചാരങ്ങൾ നമുക്ക് തരുന്ന സന്ദേശം. പോട്ടെ, ഈ കാളവണ്ടി തിരിച്ചു വിട്ടി കാള ചെന്ന് ചന്ത. അപ്പോൾ 2-3 ദിവസത്തെ യാത്രയുണ്ട്, 2 രാത്രി 1 പകലൊക്കെ യാത്ര ചെയ്താലോ വരുള്ളൂ. കാളവണ്ടിയല്ലേ, പയ്യെ പോവുള്ളൂ, റൂട്ട് കൃത്യമായിട്ടറിയാം. പക്ഷെ ആരെങ്കിലും തിരിച്ചു വിട്ടാൽ അതനുസരിച്ച് പോകും. അതൊരു മൃഗമാണ്. തിരിച്ച് മാർക്കറ്റിൽ തന്നെ ചെന്ന് നിന്നു. കാളവണ്ടിക്കാരൻ കണ്ണു തുറന്നപ്പോൾ കാളവണ്ടി എവിടെ നിൽക്കുക? മാർക്കറ്റിൽ നിൽക്കുക. അപ്പോൾ അവന് മനസ്സിലായി ഇങ്ങനെയുള്ള കുറേ കുരുത്തം കെട്ടവന്മാരുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലായി. അതിൽ തിരിച്ച് കാളവണ്ടിയെ കൊണ്ട് പോയൊരു കഥ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ഉപദേഷ്ടാവ് പഠിപ്പിച്ച മനോഹരമായൊരു കഥയാണ്. അതുപോലെ കാലത്തിൻ്റെ കടന്നുപോക്കിൽ അപ്പോസ്തലിക ഉപദേശങ്ങൾ ഇന്നത്തെ ദുരുപദേഷ്ടക്കന്മാർ തിരിച്ചു പഠിപ്പിക്കാൻ തുടങ്ങി. തിരിച്ചു വിട്ടു ആ ഉപദേശങ്ങളെ. ആത്മീയ അനുഗ്രഹമാണ്, പുതിയ നിയമ അനുഗ്രഹമെന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുമ്പോൾ, കർത്താവ് അപ്പോസ്തലന്മാരും പഠിപ്പിക്കുമ്പോൾ, അത് ഭൗതികമാണെന്ന് തിരിച്ചു പഠിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും സ്വൈരമായി വിരമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ എറണാകുളം പട്ടണത്തിലും കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും ആഗോള വ്യാപകമായി. അതുകൊണ്ട് ജനം ജാഗ്രതയുള്ളവരായിരിക്കുക. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും തന്നെ ഉപദേശം കേട്ടു പഠിച്ചാൽ മാത്രമേ ഈ ദുരുപദേശങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യഥാർത്ഥ സഭയായി കർത്താവിൻ്റെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ജീവിച്ചാലേ നമ്മൾ എഴുന്നേറ്റ് വരത്തുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശ മേഖലയിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കണമോ? കർത്താവ് നമുക്ക് തന്ന ഉപദേശം അനുസരിച്ചേ മതിയാവും. യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിന് യാതൊരു തർക്കവും വാദവും ഒന്നും അതിലില്ല. തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നവർ യാഥാർത്ഥ്യങ്ങൾക്കെതിരെ ഉള്ള വെല്ലുവിളിയാണ് ഈ തർക്കവും വാദവും. അതുകൊണ്ട് ഉപദേശങ്ങൾ വായിക്കുക, പഠിക്കുക, അനുസരിക്കുക. ഇന്ന് പ്രസംഗിച്ച ഈ എപ്പിസോഡ് 1, 2, 3, 4 ഉണ്ട്. അത് പിന്നെയും വെച്ച് കേൾക്കുക. കാര്യങ്ങളുടെ വ്യക്തമായ രൂപരേഖകൾ മനസ്സിലാക്കുക. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്വത്രം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. സ്വത്രം സജീവ പ്രാർത്ഥിച്ചു.